Use your headphones for the best experience. 1977 റിലീസ് ചെയ്ത ദ ഹിൽസ് ഹാവ് ഐസ് എന്ന മൂവി കണ്ടിട്ടുണ്ടോ? ഇത് സ്കോട്ട്ലാൻഡിൽ പണ്ട് നടന്ന റിയൽ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള മൂവിയായിരുന്നു. ആ റിയൽ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ജൂൺ. വെൽക്കം ടു ദ സ്റ്റോറി. വളരെ പണ്ട് സ്കോട്ട്ലാൻഡിലെ ഒരു ദരിദ്ര കുടുംബത്തിലെ, അതായത് ഒരു കർഷക തൊഴിലാളിയുടെ മകനായിട്ടാണ് സൗണി ബിൻ ജനിച്ചത്. അച്ഛനെ പോലെ തന്നെ ആദ്യം കിളക്കലും ഫാമിലെ അനിമൽസിനെ നോക്കലും ചെടികൾ വെട്ടിമാറ്റലും ഒക്കെ ആയിട്ട് കുഞ്ഞുനാൾ കഴിഞ്ഞു. പക്ഷേ സൗണി ബിൻ വളർന്നു വരും തോറും ഇത്തരം ജോലികൾ അവന് ഇഷ്ടമല്ലാണ്ടായി. അവനൊരു നോട്ടി ചൈൽഡായി മാറി. സമൂഹത്തിലെ ഒരു നിയമവും അവൻ അനുസരിച്ചില്ല. അങ്ങനെ അവൻ വളർന്നു. ആ നാട്ടിലെ ഒരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലായി. ബ്ലാക്ക് ആഗ്നസ് ഡൗഗ്ലാസ് എന്നായിരുന്നു അവളുടെ പേര്. അവള് ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തിരുന്നു എന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത്. സൗണി ബിന്നെ പോലെ തന്നെ അവളും സമൂഹത്തിലെ ഒരു നിയമവും അനുസരിച്ചിരുന്നില്ല. സ്കോട്ട്ലാൻഡിൽ ഇങ്ങനെ ബ്ലാക്ക് മാജിക് ഒക്കെ ആ സമയത്ത് ബാൻ ആയിരുന്നു. മാത്രമല്ല ബ്ലാക്ക് മാജിക് ചെയ്തിരുന്നവർക്ക് വലിയ ശിക്ഷകളും കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ കപ്പിൾസ് ഒരു സ്ഥലത്ത് ഒളിച്ച് താമസിച്ചു തുടങ്ങി. അതായത് സൗണി ബിനും ബ്ലാക്ക് ആഗ്നസിനും പരിചയമില്ലാത്ത ഏതോ ഒരു നാട്ടിൽ അവർ താമസിച്ചു. അവര് തോന്നിയ പോലെ ജീവിച്ചു. പഴയ കാലമായതുകൊണ്ട് അവർക്ക് കാട്ടിലൊക്കെ താമസിക്കാൻ പറ്റി. രാത്രിയിലെ അവർ മോഷണം നടത്തും. ആ കാടിനടുത്തുള്ള കടകളിലും വീടുകളിലുമൊക്കെ മോഷണം നടത്തും. ഈ രണ്ടുപേർക്കും ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അവരെ മോഷണം സ്ഥിരമാക്കി. പക്ഷെ ആ കാട്ടിനടുത്തുള്ളവര് പാവപ്പെട്ടവരായിരുന്നു. അത്തരം വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും മോഷ്ടിച്ചിട്ട് ഈ കപ്പിൾസിനും ദാരിദ്ര്യം തന്നെയായിരുന്നു ഫലം. അതുകൊണ്ട് സൗണി ബിനും വൈഫും മറ്റൊന്ന് പ്ലാൻ ചെയ്തു. ആ പ്ലാൻ ഭീകരവും പൈശാചികവുമായിരുന്നു. സഞ്ചാരികൾ പോകുന്ന വഴിയിൽ നിന്ന് അവരെ കൊള്ളയടിക്കുക. ഈ കൊള്ളയടിച്ച വിവരം പുറത്തു പറയാതിരിക്കാൻ ഈ സഞ്ചാരികളെയൊക്കെ തന്നെ കൊല്ലുക. എന്നിട്ട് മൃഗങ്ങൾ കൊന്നതാണെന്ന് വരുത്തി തീർക്കാൻ ശരീരഭാഗങ്ങൾ വഴിയിലും കാട്ടിലും പുഴക്കരകിലും ഒക്കെ കൊണ്ടിടുക. ഒറ്റപ്പെട്ട് യാത്ര ചെയ്ത ധാരാളം സഞ്ചാരികൾ ഇത്തരത്തിലും മരണപ്പെട്ടു. ഈ സഞ്ചാരികൾ മരണപ്പെട്ടത് മൃഗങ്ങൾ ആക്രമിച്ചതാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ബ്ലാക്ക് ആഗ്നസ് പ്രഗ്നന്റ് ആയി. അവർ അപ്പോൾ താമസിക്കുന്നത് അടച്ചുറപ്പുള്ള ഒരു വീട്ടിലല്ല. കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലം വേണം. ആരും കാണാതെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരിടം. മാത്രമല്ല ഈ സ്ഥലത്തിനടുത്ത് സഞ്ചാരികളും യാത്ര ചെയ്യണം. അങ്ങനെയൊരു സ്ഥലം അവസാനം അവർക്ക് തരപ്പെട്ടു. അത് കടലിനോട് ചേർന്നുള്ള പാറയിടുക്കിലെ ഗുഹ. ആ ഗുഹ കണ്ടാൽ ആർക്കും താമസിക്കാൻ പറ്റില്ല. കാരണം വേലിയേറ്റ സമയത്ത് കടൽ വെള്ളം ഈ ഗുഹയ്ക്കകത്ത് കയറും. പക്ഷേ ഗുഹയുടെ ഒരു വശത്തുള്ള തുരങ്കം വഴി അകത്ത് കയറിയ കടൽ വെള്ളം പുറത്തെത്തും. അതായത് പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ഗുഹക്കകത്ത് ആരും താമസമുണ്ടെന്ന് തോന്നില്ല. താമസിക്കാൻ പോയിട്ട് ഒന്ന് കയറാൻ പോലും പറ്റില്ല. വൈകുന്നേരമായാൽ വേലിയിറക്ക സമയം. കടൽ വെള്ളം ഇറങ്ങിപ്പോവും. ബ്ലാക്ക് ആഗ്നസിന്റെ പ്രസവ സമയത്താണ് അവർ ഈ ഗുഹ കണ്ടത്. ഉടനെ തന്നെ അവർ അതിനകത്ത് താമസമാക്കി. ഗുഹയ്ക്ക് അകം വലിയൊരു ഏരിയയാണ്. ഇത് കണക്ട് ചെയ്ത് ധാരാളം തുരങ്കങ്ങളുണ്ട്. ഈ തുരങ്കങ്ങൾ പല സ്ഥലത്തായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് നാച്ചുറലായി രൂപപ്പെട്ട ഒരു വലിയ ഗുഹയും തുരങ്കങ്ങളും. അങ്ങനെ ബ്ലാക്ക് ആഗ്നസ് പ്രസവിച്ചു. അവർക്ക് അവസാനം 14 മക്കളായി. 6 പെണ്ണും 8 ആണും. കുടുംബം എന്നൊന്നും ഡെഫിനിഷനൊന്നും അവർക്ക് ഇടാൻ പറ്റില്ല. അതിന് കാരണം അവർ ഈ മക്കൾക്കും സമൂഹത്തിന് ഒരു നിയമവും പഠിപ്പിച്ചില്ല. അത് മാത്രമല്ല മക്കളെ സ്കൂളിൽ പോലും അയച്ചില്ല. ആകെ മക്കളെ തീറ്റിപ്പോറ്റും. സൗണി ബിനും ബ്ലാക്ക് ആഗ്നസും മക്കളുമടക്കം 16 പേർക്ക് ദിവസവും ഭക്ഷണം വേണം. അതിനായി അവർ ഒരു കാര്യം ചെയ്തു. ഈ ഗുഹയിലൂടെ മുന്നോട്ട് പോയാൽ മറ്റൊരു തുരങ്കം വഴി ഗ്രാമത്തിലെത്താം. എന്നാൽ ആ ഗ്രാമത്തിലെ ഒരാൾക്കും ഇത്തരത്തിലൊരു തുരങ്കത്തെ പറ്റി അറിയില്ല. ഈ തുരങ്കത്തിനടുത്താണ് ഗ്രാമീണർ നടന്നു പോകുന്നതും സഞ്ചാരികളും നടന്നു പോകുന്നത്. എല്ലാ ദിവസവും സഞ്ചാരികളെ കാത്ത് സൗണി ബിൻ രാത്രിയിൽ ആ വഴിയിൽ ഒളിഞ്ഞിരിക്കും. അവരുടെ പണവും ആഭരണവും എല്ലാം മോഷ്ടിക്കാൻ. സാധാരണ സഞ്ചാരിയെ കൊന്ന് ബോഡി കഷണങ്ങളാക്കി ഓരോ സ്ഥലത്ത് കൊണ്ടിടുകയാണ് പതിവ്. കുടുംബത്തിലെ അംഗസംഖ്യ കൂടിയതോടെ കൊന്ന മനുഷ്യരെയും ഇവർ ഗുഹയ്ക്കകത്ത് എത്തിച്ച് മനുഷ്യ മാംസം കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഇവർ വളർന്നപ്പോൾ സൗണി ബിൻ ചെയ്ത അതേ
തൊഴിൽ തന്നെ മക്കളെയും പഠിപ്പിച്ചു, കൊള്ളയടിക്കാനും മനുഷ്യനെ കൊന്നു തിന്നാനും. ആദ്യമൊക്കെ 3 ദിവസം കൂടുമ്പോഴാണ് ഒരു മനുഷ്യനെ കൊന്നു തിന്നിരുന്നത്. ഈ പിള്ളേരെ വളരുന്നതിനനുസരിച്ച് മനുഷ്യനെ കൊല്ലുന്നതിൻ്റെ എണ്ണവും കൂടി. ദിവസത്തിൽ 3-4 ഒക്കെയായി. എന്നും രാത്രിയിലെ ഈ കുടുംബത്തിലെ ആളുകൾ സഞ്ചാരികളെ വേട്ടയാടാൻ നിൽക്കും. ആദ്യം സഞ്ചാരികളെ പേടിപ്പിക്കാൻ വിചിത്രമായ ശബ്ദമുണ്ടാക്കും. സഞ്ചാരികൾ പേടിച്ചാൽ അവർ ഒളിച്ചെടുത്ത് നിന്ന് പുറത്തു വരും. അവരെ കണ്ട സഞ്ചാരികൾക്ക് അറപ്പും വെറുപ്പും ഭയവും തോന്നും. കാരണം ചോര പുരണ്ട ശരീരവും പ്രാകൃത വസ്ത്രധാരണവുമൊക്കെയാണ് വേഷം. ഈ പ്രാകൃത മനുഷ്യൻ പിന്നെ ഒരു ദയയും കൂടാതെ സഞ്ചാരികളെ കൊല്ലും. ശരീരഭാഗങ്ങൾ അവിടെ വെച്ച് തന്നെ കഷണങ്ങളാക്കിയാണ് ഗുഹയ്ക്കകത്ത് എത്തിക്കാറുള്ളത്. ആവശ്യമുള്ള കഷ്ണം പാകം ചെയ്ത് കഴിക്കും. ബാക്കിയുള്ളത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കും. അല്ലെങ്കിൽ മാംസം ചീത്തയാവാതിരിക്കാൻ ഉപ്പിലിട്ടും അച്ചാറിട്ടും സൂക്ഷിക്കും. സത്യത്തിൽ ബ്ലാക്ക് ആഗ്നസ് മുൻപേ തന്നെ മനുഷ്യ മാംസം ഭക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ രുചി അവൾക്ക് നന്നായിട്ടറിയാം. നേരത്തെ ഞാൻ പറഞ്ഞു, പാരൻസായ ബ്ലാക്ക് ആഗ്നസും സോണി ബീനും ഈ പിള്ളേർക്ക് 14 മക്കൾക്ക് യാതൊരുവിധ മനുഷ്യൻ്റെ ധർമ്മങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അംഗസംഖ്യ കൂടി. അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ അംഗസംഖ്യ കൂടി. ധാരാളം മക്കൾ അതിൽ ജനിക്കുകയും ചെയ്തു. അങ്ങനെ ആകെ 48 പേര് ആ ഗുഹയിലെത്തി. അതായത് ഈ 48 പേർക്കുള്ള ഭക്ഷണം എന്നത് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സഞ്ചാരികളെ ഇവർ കൊന്നു തിന്നു. രാത്രിയിലെ ആ വഴി വരുന്ന എല്ലാ മനുഷ്യരെയും അവർ കൊന്നു. ആയിരക്കണക്കിന് വഴിയാത്രക്കാരെ അവർ കൊന്നു തിന്നിരുന്നു. തിന്ന് ബാക്കിയായ എല്ലിൻ്റെ കഷ്ണങ്ങളെല്ലാം അവർ കടലിലിടും, പുഴയിലും കൊണ്ടിട്ടു. ഇത് അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് ഒഴുകിപ്പോയി. മൃഗങ്ങൾ കടിച്ച അവശിഷ്ടങ്ങളാണെന്നാണ് ആദ്യം ഗ്രാമീണർ കരുതിയത്. എന്നാൽ വേവിച്ച കഷ്ണങ്ങളൊക്കെ ഈ ഗ്രാമീണർ കണ്ടപ്പോൾ അവർക്ക് സംശയം തുടങ്ങി. പിന്നീട് ആളുകൾ ഇങ്ങനെ മിസ്സിംഗ് ആവുന്നത് കൊണ്ട് ആ വഴിയിൽ സഞ്ചാരികൾ പോവാണ്ടായി. അടുത്തുള്ള ഗ്രാമവും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം അടച്ചുപൂട്ടി. എന്നാലും ഈ ഗ്രാമത്തെപ്പറ്റിയും ഈ വഴിയെപ്പറ്റിയും അറിയാത്ത പലരും ഇതിലൂടെ യാത്ര തുടർന്നു. അവർ ഈ നരഭോജി കുടുംബത്തിൻ്റെ വലയിലാവുകയും ചെയ്തു. ഒരിക്കൽ 2 കുതിരകളിലായിട്ട് ഭാര്യയും ഭർത്താവും സഞ്ചരിക്കുകയായിരുന്നു. സൗണി ബീനിൻ്റെയും കുടുംബത്തിൻ്റെയും വേട്ട ഏരിയയിലൂടെയായിരുന്നു അവർ സഞ്ചരിച്ചിരുന്നത്. രാത്രി സമയത്താണ് ഈ ഭാര്യയും ഭർത്താവും അന്ന് സഞ്ചരിച്ചത്. അവര് സൗണി ബീൻ താമസിച്ചിരുന്ന ഈ ഗുഹയുടെ എൻട്രൻസിലൂടെയായിരുന്നു യാത്ര ചെയ്തത്. രാത്രി സമയത്ത് വെളിയിറക്കമായതുകൊണ്ട് ഈ ഏരിയയിൽ വെള്ളം കയറാറില്ലായിരുന്നു. അപ്പോഴാണ് ഈ ഗുഹയ്ക്കകത്ത് നിന്ന് കുറേ നഗ്നരായ അല്ലെങ്കിൽ പ്രാകൃത രൂപത്തിലുള്ള മനുഷ്യരെ കണ്ട് ഇവരെ പേടിച്ചത്. ഉടനെ തന്നെ ഈ പ്രാകൃത മനുഷ്യന് ഈ ഭാര്യയെയും ഭർത്താവിനെയും ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ ഈ ഭർത്താവ് ഒരു പോരാളിയായിരുന്നു. അയാൾ നന്നായിട്ട് ഈ പ്രാകൃതരോട് പൊരുതി നിന്നു. പക്ഷെ അയാളുടെ ഭാര്യയെ ഈ പ്രാകൃതർ കുതിരപ്പുറത്തു നിന്നും വലിച്ച് താഴേക്കിട്ടു ജീവനോടെ അവളുടെ ശരീരഭാഗങ്ങൾ പച്ചയ്ക്ക് തിന്നു. പെട്ടെന്ന് ഇത് കണ്ടിട്ട് ഭർത്താവ് പകച്ചുപോയി. തൻ്റെ ഭാര്യയുടെ ശരീരമാണ് പ്രാകൃതർ ഭക്ഷിക്കുന്നത്. അയാൾ ആകെ തകർന്നു പോയി. പെട്ടെന്നാണ് കുറച്ച് വ്യാപാരികൾ ഈ വഴിയിലൂടെ കൂട്ടമായി കുതിര ഓടിച്ച് എത്തിയത്. അവരെ കൂട്ടത്തോടെ കണ്ടതും ഈ നരഭോജി കുടുംബം ഗുഹയ്ക്കകത്തേക്ക് ഓടി ഒളിച്ചു. അങ്ങനെയാണ് ആദ്യമായി ഈ മനുഷ്യരെ കാണാതാവുന്നതിന് കാരണക്കാരായവർ താമസിച്ചിരുന്ന ഏരിയ കണ്ടുപിടിച്ചത്. അക്കാലത്ത് സ്കോട്ട്ലാൻഡ് ഭരിച്ചിരുന്ന ജെയിംസ് 6-ാമൻ്റെ കാതിൽ ഈ വാർത്ത എത്തി. 400 പടയാളികളെയും വേട്ട നായ്ക്കളെയും കൂട്ടി രാജാവ് നരഭോജി വേട്ടയ്ക്കിറങ്ങി. പടയാളികൾക്ക് ഈ നരഭോജി കുടുംബത്തെ കണ്ടുപിടിക്കാനായില്ല. പക്ഷേ വേട്ടപ്പട്ടികൾ അഴുകിയ മാംസത്തിന്റെ മണം പിടിച്ച് അവരെ മുന്നോട്ട് പോയി. അവർ ഈ ഗുഹയുടെ പുറകു വശത്തെത്തി. അകത്ത് അസഹനീയമായ ദുർഗന്ധം. ഗുഹയ്ക്കകത്ത് ധാരാളം സ്വർണങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. സഞ്ചാരികളിൽ നിന്ന് മോഷ്ടിച്ച സ്വർണങ്ങളായിരുന്നു അത്. രാജാവും സൈനികരും മുന്നോട്ട് തന്നെ പോയി. ഈ ആക്രമണം പെട്ടെന്നായതുകൊണ്ട് സൗണി ബീനും ഫാമിലിക്കും കൂടുതൽ എതിർത്ത് നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ നരഭോജി കുടുംബത്തെ ജയിലിലടച്ചു. ശിക്ഷ ഉടൻ തന്നെ നടപ്പിലാക്കി. സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് ആണുങ്ങളുടെ കൈയും കാലും ജനനേന്ദ്രിയങ്ങളും അറുത്തുമാറ്റി. അങ്ങനെ ആണുങ്ങൾ രക്തം വാർന്നു മരിച്ചു. സ്ത്രീകളെ ഒരു മരക്കഷ്ണത്തിൽ കെട്ടിയിട്ട് തീ കൊളുത്തി അതിലേക്കെറിഞ്ഞു. പക്ഷേ
അലക്സാണ്ടർ സൗണിബിൻ ചോര വാർന്നൊലിച്ച് അയാളുടെ അവസാന ശ്വാസത്തിലും പറഞ്ഞുകൊണ്ടിരുന്നത് ഇല്ല, ഞങ്ങൾ മരിക്കുന്നില്ല എന്നാണ്. അവർ താമസിച്ച ഗുഹയ്ക്കകത്തു നിന്നും കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ ആരുടേതാണ് എന്ന് അറിയാത്തതുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് കണ്ടുകെട്ടി. പിന്നീട് ഇവർ താമസിച്ച ഈ ഗുഹയുടെ അകത്ത് വെടിമരുന്ന് നിറച്ച് ഈ ഗുഹ ചുട്ടരിച്ചു. പക്ഷേ അലക്സാണ്ടർ സൗണിബിൻ എന്തിനാണ് ഞങ്ങൾ മരിക്കുന്നില്ല എന്ന് അവസാന ശ്വാസം വരെയും പറഞ്ഞത്? അവർ നരഭോജികൾ ആകെ 48 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ രാജാവിനും സംഘത്തിനും പിടിക്കാൻ പറ്റിയത് 46 പേരെ. ബാക്കിയുള്ള 2 പേർ എവിടെ പോയി? ഇപ്പോഴും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അവർ മനുഷ്യ മാംസം തിന്ന് ജീവിക്കുന്നുണ്ടാവുമോ?